ഹായ് ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ ഒരു 2D ഇമേജ് യൂസ് ചെയ്ത് എങ്ങനെ ഇതേപോലത്തെ ഒരു 3D ലോഗോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് മോഡൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒരു PNG ഇമേജ് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ ട്യൂട്ടോറിയൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം. ഓക്കെ, ഇതിനായിട്ട് ആദ്യം ഞാൻ ഈ ഒരു ലോഗോയുടെ ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം, PNG ഫോർമാറ്റിൽ വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മാജിക് വാൻ ടൂൾ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു, Ctrl+Shift-I പ്രസ് ചെയ്ത് ഇൻവേഴ്സ് ചെയ്യുന്നു, ഒരു കോപ്പി എടുക്കുന്നു, Ctrl+J. ഓക്കെ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്തു. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ലോഗോയുടെ കളർ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ഫില്ല് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഞാൻ ഫയൽ എക്സ്പോർട്ട് PNG കൊടുക്കുന്നു, ആ ലോഗോ PNGന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിത് SVG ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു പാത്ത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പോകുന്നു, ചൂസ് ഫയൽസ്, ആ ഒരു PNG ലോഗോ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഈ 2 എന്നുള്ള പാത്തിൽ നമ്മൾ ഇവിടെ SVG സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, SVG നമുക്ക് SVGയിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് കൺവേർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതിപ്പം ഒരു 10 to 15 സെക്കൻഡ്സ് എടുക്കും കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ലോഗോ ഇപ്പോൾ SVG ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നു, സേവ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ ബ്ലെൻഡറിൽ വരിക. ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച ലോഗോ ജസ്റ്റ് ഹൈഡ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ലോഗോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഫയലിൽ പോകുന്നു, ഇമ്പോർട്ടിൽ പോകുന്നു, ഇവിടെ സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് അതായത് SVG സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ കൺവേർട്ട് ചെയ്ത ലോഗോ എവിടെയാണോ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ, SVG. ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ലോഗോ കണ്ടോ ഇവിടെ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു കർവ് പോലെ, അതായത് ഒരു വെക്ടറിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മെഷായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒബ്ജക്റ്റിൽ പോകുന്നു, കൺവേർട്ട് കൊടുക്കുന്നു, മെഷ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് മെഷായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിത് സെൻറ്ററിലേക്ക് ജസ്റ്റ് സ്നാപ്പ് ചെയ്യുന്നു. ഞാൻ ഫ്രണ്ട് വ്യൂവിൽ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു, അതായത് 6x90 ഡിഗ്രി. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ റൊട്ടേറ്റ് ചെയ്ത് ഞാൻ ഈ ഒരു ഗ്രൗണ്ട് പ്ലെയിൻ ലെവലിൽ ഇങ്ങനെ കൊണ്ടുവച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഫുള്ളും, അതായത് അൺവാണ്ടഡ് മെഷസ് ആണ് ഫുള്ള്. ഇത്രയും വെർട്ടെക്സും മെഷും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് റിമൂവ് ചെയ്യാനൊരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഓൾ സെലക്ട് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, ബാക്കിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു, 3 പ്രസ് ചെയ്ത് ഫേസ് മോഡ് സെലക്ട് ചെയ്യുന്നു, Ctrl+ ഞെക്കുന്നു, ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ഇവിടെ പോകുന്നു, എഡ്ജ് മോഡ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ Ctrl+I പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കണ്ടോ അകത്തെ വെർട്ടെക്സ് മാത്രം സെലക്ട് ആയി, എഡ്ജ് മാത്രം സെലക്ട് ആയി. ഇനി ഞാൻ Ctrl+X പ്ലസ് ചെയ്താൽ അത് ഡിസോൾവ് ആയി. കണ്ടോ, നമുക്ക് നീറ്റായിട്ട് ഈ ഒരു ഏരിയ മാത്രം കിട്ടി. ഓക്കെ, നമുക്കപ്പോൾ ഇത് മാത്രം മതി. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, Ctrl+I പ്രസ് ചെയ്യുന്നു, ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുന്നു. കണ്ടോ, ഡിലീറ്റ് ആയി. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വെർട്ടെക്സസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെർട്ടെക്സ് നമുക്ക് ആവശ്യമില്ല, കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഏരിയയിലെ വെർട്ടെക്സ് മാത്രം ജസ്റ്റ് Ctrl+X പ്രസ് ചെയ്ത് ഡിസോൾവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഡിസോൾവ് ചെയ്യുന്നു. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ MB ഫയൽ സൈസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലായിരിക്കും, കാരണം ഈ സ്ട്രെയിറ്റ് ലൈനാണ്, ഇവിടെ ഇത്രയും വെർട്ടെക്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ലോഗോ മാത്രമായിട്ട് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് SVG ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയൽ വരും. ഈ മെറ്റീരിയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് കളറിലിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഞാനിപ്പോൾ ബാക്കിലേക്ക് ജസ്റ്റ് എക്സ്ട്രൂഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എത്ര ലോഗോയുടെ ഡെപ്ത് വേണോ അത്രയും നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും ഈ ഒരു ലെവലിൽ എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചു. ഓക്കെ, കണ്ടോ. ഇനിയിപ്പം നമുക്കിതിലേക്ക് ടെക്സ്ചർ ആഡ് ചെയ്യണം നമ്മുടെ ലോഗോയുടെ. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ന്യൂ മെറ്റീരിയൽ ആഡ് ചെയ്യുക, അവിടെ ഈ ബേസ് കളറിൽ പോവുക, ഇമേജ് ടെക്സ്ചർ കൊടുക്കുക, സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, അതിൽ നമ്മുടെ പാത്ത് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫോട്ടോഷോപ്പിൽ ഇമ്പോർട്ട് ചെയ്ത ആ ടെക്സ്ചർ, അതായത് ഇമേജ് ഇവിടെയുണ്ട്, ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്, പക്ഷേ ടെക്സ്ചർ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് അൺറാപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണിത് കറക്റ്റായിട്ട് വരാത്തത്. ഓക്കെ, ഞാനിത് ഓൾ സെലക്ട് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, പ്രൊജക്റ്റ് ഫ്രം വ്യൂ പ്രസ് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്യുന്നു, പ്രൊജക്റ്റ് ഫ്രം വ്യൂ. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് പ്രോപ്പറല്ല. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ഞാൻ ഈ മുകളിൽ എഡിറ്റിങ്ങിൽ പോകുന്നു. കണ്ടോ, ഇവിടെ ഇപ്പോൾ നമ്മുടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ മാറ്റുന്നതനുസരിച്ച് നമ്മുടെ മോഡലിൽ അത് മാറും. ഇപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ആ ലോഗോയുടെ മണ്ടയിലേക്ക് സ്കെയിൽ ചെയ്യുന്നു, കാരണം ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഓൾറെഡി കറക്റ്റായിട്ട് വരും, കാരണം നമ്മൾ ആ സെയിം ഇമേജാണ് കൺവേർട്ട് ചെയ്തിട്ട് മെഷ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ കറക്റ്റായിട്ട് സ്കെയിൽ ചെയ്ത് വെച്ചപ്പോൾ ആ ലോഗോ കറക്റ്റായിട്ട് അവിടെ വന്നു.
ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ ലോഗോ ഫ്ലിപ്പ്ഡ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ബാക്കിലെ ഫേസ് സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് UV എഡിറ്റിങ്ങിൽ പോകുന്നു, സ്കെയിൽ ചെയ്ത് വേറൊരു പൊസിഷൻ, അതായത് ബ്ലാക്ക് ആയിട്ടുള്ള പൊസിഷനിൽ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയി. ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാക്ക് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് Ctrl+ സെലക്ട് ചെയ്യുന്നു, ഇത് അൺസെലക്ട് ചെയ്യുന്നു, ഇപ്പോൾ ഈ ഏരിയ സെലക്ട് ആയി. ഇപ്പോൾ ഞാൻ U പ്രസ് ചെയ്യുന്നു, അൺറാപ്പ് ചെയ്യുന്നു, ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സൈഡിൽ കൊണ്ടോ. അപ്പം നമ്മൾ ഈ UV എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടുത്തെ ടെക്സ്ചർ ആയിരിക്കും മോഡലിൽ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ 3D ക്രിയേറ്റ് ചെയ്തു, ടെക്സ്ചർ ആഡ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടായിരിക്കുന്നത്. അതായത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് എഴുതിയേക്കുന്നതൊക്കെ കുറച്ച് ഫ്ലാറ്റാണ്, ഒരു ഡെപ്ത് ഇല്ല. നമ്മുടെ ഫുൾ ഓവറോൾ ഒരു ഡെപ്ത് അല്ലാതെ ഈ ഒരു ടെക്സ്റ്റിനൊന്നും ഒരു ഡെപ്ത് ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ പോയിട്ട് മെറ്റാലിക്നെസ് ഒരു 0.95 കൊടുക്കുന്നു, കുറച്ചൊരു മെറ്റാലിക് ഫീൽ കിട്ടാൻ. എനിക്കൊരു മെറ്റാലിക് സ്റ്റൈലിലാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ റഫ്നെസ് ഒരു 0.25 കൊടുക്കുന്നു, കണ്ടോ. അപ്പോൾ കുറച്ച് ഒരു തിളക്കം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡെപ്ത് ആഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് നോർമൽ മാപ്പ് വേണം. അപ്പോൾ നോർമൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ പോകുന്നു, നമ്മുടെ ലോഗോ ഇവിടെയുണ്ട്. ഇത് ഞാൻ Ctrl+Shift+U പ്രസ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് Ctrl+U പ്രസ് ചെയ്തിട്ട് ഈ സാച്ചുറേഷൻ ഫുള്ള് കുറച്ച് അങ്ങനെയും ചെയ്യാം. ഷോർട്ട് കട്ടാണ് Ctrl+Shift+U. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ നോർമൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഫിൽറ്റർ 3D ജനറേറ്റ് നോർമൽ മാപ്പ്. ഓക്കെ, ജനറേറ്റ് നോർമൽ മാപ്പ് ഇത് കുറച്ച് സമയം എടുക്കും ലോഡായി വരാനായിട്ട്. അപ്പോൾ ഓക്കെ, ഇപ്പം നോർമൽ മാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ഡെപ്ത് ആയിട്ടുള്ളൊരു മാപ്പ്, അതായത് ഇതിൻ്റെ ഒരു ആ ഒരു ലോഗോയൊക്കെ കുറച്ച് പുറത്തേക്ക് എംബോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡെപ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വേണേൽ അഡ്ജസ്റ്റ് ചെയ്ത് ഡെപ്ത്തൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പം ഇതെനിക്ക് ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരു നോർമൽ മാപ്പ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഫയൽ, എക്സ്പോർട്ട് PNG. ഓക്കെ, ഇവിടെ ഞാൻ നോർമൽ എന്ന് കൊടുക്കും, നോർമൽ മാപ്പ്, എന്നിട്ട് എൻ്റർ അടിച്ചു. ഓക്കെ, ഇപ്പം നോർമൽ മാപ്പ് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ബ്ലെൻഡറിൽ വരുന്നു, ഇവിടെ പോയിട്ട് ഷെയ്ഡിങ്ങിൽ പോവുക. ഓക്കെ, ഷെയ്ഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ആ ഒരു ടെക്സ്ചർ ഇവിടെ കാണാം. ഇത് നമ്മളിപ്പോൾ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്ചർ പോവും. ഓക്കെ, ടെക്സ്ചർ ഇവിടെ കാണാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടേ, നോർമൽ മാപ്പ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് ആഡ് ചെയ്യണം. അതിന് ഞാൻ Shift+A പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആഡ് എന്നുള്ളൊരു വിൻഡോ വരും. അവിടെ ഞാൻ ജസ്റ്റ് സെർച്ചിൽ ഇമേജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ ഇമേജ് ടെക്സ്ചർ എന്ന് വന്നു. ഇതിൽ ഞാൻ ഇമേജ് ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു, ആ പാത്ത് പേസ്റ്റ് ചെയ്യുന്നു. എവിടെയാണോ നമ്മൾ ആ നോർമൽ മാപ്പ് എക്സ്പോർട്ട് ചെയ്തേ അവിടെ നിന്ന് ആ നോർമൽ മാപ്പ് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഈ കളർ സ്പേസ് ഡിഫോൾട്ടായിട്ട് RGB ആയിരിക്കും വരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ നൺ കളർ കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോർമലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോർമൽ മാപ്പിൻ്റെ നോഡ് വേണം. അതിന് Shift+A അഗെയിൻ പ്രസ് ചെയ്യുന്നു, സെർച്ചിൽ നോർമൽ മാപ്പ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കളറ് നേരെ ഈ കളറിലേക്ക്, അതായത് ഈ നോർമൽ മാപ്പിൻ്റെ കളറ് ഈ നോർമൽ മാപ്പ് നോഡിൻ്റെ കളറിലേക്ക് സെലക്ട് ചെയ്യുന്നു. അവിടുന്ന് ഈ നോർമലിലേക്ക് മെയിൻ മെറ്റീരിയൽ നോർമലിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണ്ടോ നിങ്ങൾക്ക് ഈ കണക്ഷൻ കാണാം. അതായത് ഇമേജ് നോർമൽ മാപ്പ് ഞാൻ ഈ കളറിലേക്ക് സെലക്ട് ചെയ്തു, അവിടുന്ന് നോർമൽ ഞാൻ ഈ നോർമലിലേക്ക് കണക്ട് ചെയ്തു. സിമ്പിൾ. ഇപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഒരു ഡെപ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ലോഗോയ്ക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെപ്ത് കൺട്രോൾ ചെയ്യാം. കണ്ടോ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൊടുക്കാം, 3 പ്രസ് ചെയ്താൽ കുറച്ചും കൂടെ വരും. അപ്പോൾ അതിനനുസരിച്ച് അപ്പം മാക്സിമം ഒരു 1 അല്ലെങ്കിൽ 2 ആ ഒരു ഇതിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഞാനിപ്പോൾ 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെപ്ത് വന്നു, കണ്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഇമേജ് യൂസ് ചെയ്ത് ഒരു 3D ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് GLB ആയിട്ടോ അല്ലെ FBX ആയിട്ടോ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നു, ഇവിടെ പോവുക, പ്ലസ് ആഡ് ചെയ്യുക, അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുക്കുക. അവിടെ ഒരു കളർന്ന് ടൈപ്പ് ചെയ്തു, കളർ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ആഡ് ചെയ്തു. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കണ്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് റെഡ് ആണ് വേണ്ടെങ്കിൽ റെഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഐ ഡ്രോപ്പർ വെച്ച് ഇവിടുന്ന് കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു പിങ്ക് കളർ കൊടുത്തു, മെറ്റാലിക്നെസ് ഒരു 0.8 കൊടുത്തു, റഫ്നെസ് കുറച്ച് കൊടുത്തു. കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിലെ മെറ്റീരിയൽ വേറെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ. അപ്പം ഇതേപോലത്തെ ഒരു ജസ്റ്റ് ഒരു ഇമേജ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലത്തെ ഒരു 3D ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.